ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം സുചിത്ര. നമ്മുടെ ഫോളോവർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ആ കുട്ടി കഴിഞ്ഞ ദിവസം ആൾക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ഫോൺ കോൾ കാണുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോ കുട്ടി പറഞ്ഞു ആൾക്ക് ബാങ്കിൽ ജോലിയുണ്ട്, കുഴപ്പമില്ല, നല്ലൊരു പയ്യനാണ്, പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം ആളെ കുറിച്ച് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അച്ഛനും അമ്മ അനിയൻ നല്ലൊരു പയ്യനാണ്, കുഴപ്പമില്ല. പക്ഷെ കുട്ടിയുടെ അച്ഛന് ഈ ആളെ പറ്റുന്നില്ല. അപ്പൊ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോ കുട്ടി ഹൈ ക്ലാസ് ഫാമിലിയും ഈ ചെറുക്കൻ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതാണ് അവരുടെ പ്രശ്നം. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ആ കുട്ടിയെ നല്ല രീതിയിൽ പിതാവ് ഉപദ്രവിക്കുകയും മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. കുട്ടി പറഞ്ഞു, ഞാൻ ഒരിക്കലും അച്ഛാ ഒളിച്ചോടിയൊന്നും പോവില്ല എന്ന് പറഞ്ഞിട്ടും അതൊന്നും അവർക്ക് വിശ്വാസമില്ല. കുട്ടിയുടെ ആ ഒരു ഫോണിലേക്ക് അയാൾ വിളിക്കുകയും അച്ഛനോട് സംസാരിച്ചു. ഞങ്ങൾ സെറ്റിലായിട്ട് ഒരു 4 വർഷം കഴിഞ്ഞിട്ട് മതി, കുട്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് അവരൊരു സെറ്റിൽഡ് ആയതിനു ശേഷം മാത്രം വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നുള്ളത് പിതാവിനോട് പറഞ്ഞു കുട്ടിയുടെ. പക്ഷെ അച്ഛൻ അത് കേൾക്കുന്നില്ല. അച്ഛൻ ചെയ്യുന്നത് ആ ഒരു നിമിഷ നേരം കൊണ്ട് 1 അവറിനുള്ളിൽ എല്ലാ ബ്രോക്കർമാരെയും വിളിക്കും, എത്രയും പെട്ടെന്ന് കുട്ടി വിവാഹം കഴിച്ചയക്കണം, ആരുടെ എങ്ങനെയും കയ്യിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ പിടിച്ചേൽപ്പിക്കണം. ഇതാണ് പിതാവിന്റെ ഡിസിഷൻ. കുട്ടി അപ്പോഴും പറയുന്നുണ്ട്, എനിക്കിപ്പോ വിവാഹം വേണ്ട, എനിക്ക് പഠിക്കണം, എനിക്ക് പുറത്തു പോകണം, എന്റെ കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷം മാത്രം മതി, ഞാൻ ഇറങ്ങിയൊന്നും പോകത്തില്ല. പക്ഷെ അവരുടെ ഫാമിലി ആളുകൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ആളുകൾ അറിയുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചു വിടണം എന്നുള്ളതാണ്. ആ കുട്ടിയുടേതായ ഒരു എയിം ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്. ഞാൻ ചിലപ്പോ എന്താ പറയണ്ടേന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയുള്ള മാതാപിതാക്കള് ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ടെന്ന് പറയുന്നതിൽ വളരെയധികം വിഷമം തോന്നുന്നു, സങ്കടം തോന്നുന്നു. തുടരുമെന്ന മൂവിയിൽ നമ്മൾ കണ്ടു, അത് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സിനിമയാണ്, നടന്നൊരു സംഭവമാണ്. നമ്മൾക്ക് കേരളീയരായ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എത്രയൊക്കെ കണ്ടിട്ടും എത്രയൊക്കെ പഠിച്ചിട്ടും സ്വന്തം ജാതി, സ്വന്തം മതം, ഞങ്ങൾക്കുള്ള പണം അവർക്കില്ല, ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ ആർക്ക് വേണ്ടിയായി വാശി പിടിക്കുന്നത്? അവരുടെ ഇഷ്ടമല്ലേ നമ്മൾ നടത്തി കൊടുക്കണ്ടേ? ചെക്കൻ മോശക്കാരനായ ഒരാളാണെങ്കിൽ ഓക്കെ, മാതാപിതാക്കൾ വാശി പിടിക്കുന്നത് ശരിയാണ്, അത് നടത്തി കൊടുക്കരുത്. പക്ഷെ നല്ല ജോലിയുള്ള ഒരാള്, അവര് കുറച്ചുകൂടി സെറ്റിൽഡ് ആയിട്ട് മതി വിവാഹമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാതാപിതാക്കൾ മകള് പോകാതിരിക്കാൻ കാവലിരിക്കുന്നു, മുറിയിൽ പൂട്ടിയിടുന്നു, ഫോൺ മാറ്റിവെക്കുന്നു. എന്താണല്ലേ ഒരവസ്ഥ? ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ഡിപ്രഷൻ, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നി അതൊരു ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഈ വാശിയെല്ലാം എവിടെ തീർക്കും? ഈ വാശിയെല്ലാം എവിടെ കൊണ്ടുപോയി കളയും? ആകെയുള്ള ഒരു മകളാണെങ്കിൽ അതിന് കണക്ക് അവരിനി ആരോട് പറയും? ഇതെല്ലാം ചിന്തിക്കണം. ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ മാറ്റിവെക്കേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ മക്കൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫ് ചൂസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. മാതാപിതാക്കൾക്ക് അവകാശം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ ഒരു നല്ലൊരു ബന്ധം പറഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ, ജാതിയുടെ പേരിൽ ഉള്ളത്, കുട്ടിയെ മർദ്ദിക്കുന്നത്, ഇതൊക്കെ ശരിയായൊരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയെങ്കിലും കുറച്ചെങ്കിലും മാറ്റി ചിന്തിക്കണം. ഉപദ്രവിച്ചത് കൊണ്ട് ശരിയായോ? കുട്ടിയെ ചെറുപ്പം മുതലേ നല്ല രീതിയിൽ ഉപദ്രവിച്ച് വളർത്തിയ ഫാമിലിയാണ്. കുട്ടി നന്നാവാൻ മടല് വെട്ടിയാണ് അടിച്ചിരുന്നത്. കുട്ടിയെ നല്ല രീതിയിൽ തല്ലുകൊണ്ട്, നമ്മളെ വടി കൊണ്ട് അടിക്കും, ചൂരല് കൊണ്ട് അടിക്കും നമ്മുടെ മാതാപിതാക്കൾ. പക്ഷെ മടല് വെട്ടി അടിക്കുക അല്ലെങ്കിൽ പത്തല് കൊണ്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മൃഗീയമായ മാതാപിതാക്കളാണെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ പിന്നെ കുട്ടി പുറത്തുനിന്നൊരു സ്നേഹം കിട്ടിയപ്പോൾ സ്നേഹിച്ചതിൽ തെറ്റു പറയാനില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കണം കുറച്ചാളുകളെങ്കിലും. ഇനിയുള്ള തലമുറകളിലെ കുട്ടികളും മനസ്സിലാക്കണം, സ്നേഹം സത്യമാണ്, ഇഷ്ടം സത്യമാണ്. ആ ഇഷ്ടത്തിന് യാഥാർത്ഥ്യമാണ് എങ്കിൽ, ആ ഇഷ്ടത്തിന് അത്രത്തോളം സത്യസന്ധത ഉണ്ട് എങ്കിൽ അത് ബോധ്യമാകുന്ന മാതാപിതാക്കൾ മക്കൾക്കൊപ്പം നിൽക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
തെറ്റായ തീരുമാനമാണ് മക്കളുടേതെങ്കിൽ അതിന് കൂട്ടു നിൽക്കരുത്. പക്ഷേ നല്ല ഒരാളാണ്, നല്ലൊരു വ്യക്തിയാണ്, കുഴപ്പമില്ല, തന്റെ മകളെ നല്ല രീതിയിൽ നോക്കും എന്ന് മാതാപിതാക്കൾക്ക് ബോധ്യമായാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ അവിടെ അവരനുവദിക്കുക. അവിടെ വർണ്ണവും വർഗവും ജാതിയും മതവും ഒന്നുമല്ല നോക്കേണ്ടത്. അവരെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ സമാധാനത്തോടെ അവരെ ജീവിക്കാൻ അനുവദിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഇനിയുള്ള ആളുകളെങ്കിലും അത് ചിന്തിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ, ലവ് യു,